Good morning. Good morning, ma'am. Okay, good morning. Breakfast ഒക്കെ കഴിഞ്ഞ എല്ലാവരുടെയും ചായക്ക് കുടിച്ച എല്ലാവരും Yes, ma'am. കഴിച്ചല്ലേ? ഓക്കെ, തുടങ്ങാം ട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഡിഫറെന്റ് സോഴ്സസ് നമ്മൾ കണ്ടു അല്ലെ? ഓക്കെ, നമ്മുടെ HR-ലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ നമുക്ക് എങ്ങനെയൊക്കെ ലഭിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഒരു 9ഓളം സോഴ്സുകൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ? ഓർമ്മയുണ്ടല്ലോ, ഡാറ്റ ബാങ്ക്സ്, നോട്ടീസ് ബോർഡ് അല്ലെ, അതുപോലെ എന്താണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകള്, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു അപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാണ്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം അല്ലെ? നമുക്ക് ലഭിച്ച അപ്ലിക്കേഷൻസിനെ നമ്മൾ ചില പാരാമീറ്റേഴ്സിന്റെ ബേസിൽ സോർട്ട് ചെയ്യും അല്ലെ? എന്നിട്ട് അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞത്? ഇന്റർവ്യൂവിന് വിളിക്കണം അല്ലെ? നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ അയക്കുന്ന മുഴുവൻ പേരെ നമുക്ക് ഒരു കാരണവശാലും ഇന്റർവ്യൂവിന് വിളിക്കാനായിട്ട് പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചില പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അല്ലെ? ഒരു 15 പോസ്റ്റിലേക്കുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ ഒരു 15 ഒഴിവിലേക്കാണ് ആളെ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 45-50ഓളം ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കും അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഇന്റർവ്യൂവിന് നമ്മൾ വിളിക്കണം അല്ലെ? ഓക്കെ, ഓക്കെ അഞ്ജന, കാറ്റഗറി വരെ നമ്മൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് വിളിച്ചു കഴിയുമ്പോൾ ഇന്റർവ്യൂവിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർവ്യൂ സ്പെസിമെൻ, ഈ പറയുന്ന ഇന്റർവ്യൂ ബോർഡിന്റെ മെമ്പേഴ്സിനെ നമ്മൾ കൺഫേം ചെയ്യണമെന്ന് പറയും. ഓക്കെ, അപ്പോഴാണ് നമ്മൾ കാറ്റഗറിയിലോട്ട് എത്തിയത് അല്ലെ? കാറ്റഗറി നമ്മൾ ആദ്യം തന്നെ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് ആദ്യം നടത്തേണ്ടതെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ കാറ്റഗറിയെ പറ്റി പറഞ്ഞപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ സ്റ്റാഫുകളെ 3 കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ഒന്ന് ടോപ്പ് മാനേജ്മെന്റ്, ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി സ്റ്റാഫ് ഉണ്ട്, പിന്നെ മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് സ്റ്റാഫ് ഉണ്ട്, ലോവർ മാനേജ്മെന്റ് സ്റ്റാഫ് ഉണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെ 3 കാറ്റഗറിയിലാണ് നമ്മൾ അവരെ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഓരോ കാറ്റഗറിയിലേക്കും ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇന്റർവ്യൂ പാനൽ ബോർഡിലെ മെമ്പേഴ്സിന് വ്യത്യാസമുണ്ട്. ഓക്കെ, ഓരോ കാറ്റഗറിയിലും നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അതിനായിട്ടുള്ള ഇന്റർവ്യൂ ബോർഡ് പാനൽ മെമ്പേഴ്സിന് വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാം ഒരേ ആളുകളായിരിക്കും? ഇല്ല. ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റ് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ പാനൽ ബോർഡില് മെമ്പേഴ്സും മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഇന്റർവ്യൂ എന്താ പറയാ പാനൽ മെമ്പേഴ്സും, ഇനി ലോവർ കാറ്റഗറി സ്റ്റാഫിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് എല്ലാവരും എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത്രയും നമ്മൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്പെസിമൻ ഓഫ് ഇന്റർവ്യൂ പാനൽ ആണ് കേട്ടോ. ഇത് നമ്മൾ പഠിക്കാനുള്ളത് സ്പെസിമൻ ഓഫ് ഇന്റർവ്യൂ പാനൽ. അതായത് എന്താണ് സ്പെസിമൻ ഓഫ് ഇന്റർവ്യൂ പാനൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ കോമ്പോസിഷൻ ആണ് അല്ലെ? കോമ്പോസിഷൻ ഓർ മെമ്പേഴ്സ് ഓഫ് ദ പാനൽ ഹു കണ്ടക്ട് ദ ഇന്റർവ്യൂ അല്ലെ? ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ആ പാനലിലെ മെമ്പേഴ്സിനെ നമ്മൾ തീരുമാനിക്കുകയാണ് അല്ലെ? അതാണ് എന്ത്? സ്പെസിമൻ ഓഫ് ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നമ്മളിവിടെ പറഞ്ഞില്ലേ, കാറ്റഗറിയിൽ പറഞ്ഞ കാര്യങ്ങളില്ലേ, അതിവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിയേ, ഒരു പിക്ചർ കാണാൻ അല്ലെ? ഒരു ഇന്റർവ്യൂ പാനൽ ബോർഡിന്റെ ഒരു വിഷ്വലൈസേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. ടാലന്റ് അക്വിസിഷൻ ഫോർ ഹൈ ഒഫീഷ്യൽസ് അണ്ടർ ദ സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി. നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ പെടുന്ന
സ്റ്റാഫുകള് ആരൊക്കെയാണ്, അതായത് ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് രണ്ട് എക്സാമ്പിളുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വൈസ് പ്രസിഡന്റ് അല്ലെ, ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളുകൾ ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, അതുപോലെ തന്നെ സീനിയർ മാനേജേഴ്സ്. ഇവര് നമുക്ക് പറഞ്ഞ എന്താണ്, ഈ സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാഫുകളാണ്. അപ്പൊ ഇത്തരം സ്റ്റാഫുകളെയൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ പാനലിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട മെമ്പേഴ്സ് ആരൊക്കെയാണ് നോക്കിയേ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ്? ചെയർമാൻ. കണ്ടോ, ടോപ്പ് മാനേജ്മെന്റ് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ആരുണ്ടായിരിക്കണം? ചെയർമാൻ ഉണ്ടായിരിക്കണം അല്ലെ, ചെയർമാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് GM ഓർ GM ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ജനറൽ മാനേജർ ആണ് കേട്ടോ. അതായത് ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ടെക്നിക്കൽ ഹെഡ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് കേട്ടോ, HR മാനേജർ ഉണ്ടായിരിക്കണം. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജർ ഉണ്ടായിരിക്കണം. നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോ ഈ പറയുന്ന എന്താണ്, സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകൾ എങ്ങനെയുള്ള സ്റ്റാഫുകളാണ്? വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സീനിയർ മാനേജേഴ്സ്, അങ്ങനെയുള്ള സ്റ്റാഫുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ട മെമ്പേഴ്സ്, ആ ഒരു വിഭാഗം കാറ്റഗറിയിൽ അഡ്രസ് ചെയ്യേണ്ട ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ചെയർമാൻ, കോർപ്പറേറ്റ് ജനറൽ മാനേജർ അഥവാ ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ടെക്നിക്കൽ ഹെഡ്, ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എല്ലാ കാറ്റഗറി സ്റ്റാഫുകളുടെയും റിക്രൂട്ട്മെന്റിന്റെ ഇന്റർവ്യൂ പാനൽ ബോർഡിൽ നമ്മുടെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജർ ഉണ്ടായിരിക്കും കേട്ടോ. അത് പിന്നെ നമുക്കറിയാലോ, റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് എല്ലാ കാറ്റഗറിയിലും ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ആര് കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും? നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിന്റെ ജനറൽ മാനേജർ ഉണ്ടായിരിക്കും കേട്ടോ. അതായത് ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? ഓരോ കാറ്റഗറിയിലും നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു പാനൽ മെമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കണം എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. അടുത്തത് ടാലന്റ് അക്വിസിഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി കേട്ടോ. ഇനി ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകൾ എങ്ങനെയൊക്കെയുള്ളവരാണ്? മാനേജേഴ്സ്, അസിസ്റ്റന്റ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്. അതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ സീനിയർ മാനേജ്മെന്റിൽ വരുന്നുണ്ട്, അത് ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സീനിയർ മാനേജർ ആണ്. ഇവിടെ പറയുന്ന ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത് മാനേജർമാര്, അസിസ്റ്റന്റ് മാനേജർമാര്, സൂപ്പർവൈസേഴ്സ്. അതിങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മാനേജർമാരായിരിക്കും കേട്ടോ. ഓക്കെ, അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ട മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഓക്കെ, മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ഡെസിഗ്നേറ്റഡ് ബൈ ദ ചെയർമാൻ. ചെയർമാൻ വേണ്ട, പക്ഷെ ചെയർമാൻ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന, ചെയർമാൻ നിയമിക്കുന്ന ഒരു മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആ ഒരു ഇന്റർവ്യൂ പാനൽ ബോർഡിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്ന മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ഡെസിഗ്നേറ്റഡ് ബൈ ദ ചെയർമാൻ. ഓക്കെ, പിന്നെ ആരാണ്? ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കൺസേൺഡ് HOD. അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റർവ്യൂ ആണോ റിക്രൂട്ട്മെന്റ് ആണോ നടക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടായിരിക്കണം കേട്ടോ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാത്തിനും കോമൺ ആയിട്ട് ആരുണ്ടായിരിക്കും? ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായിരിക്കും. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ മാനേജർ ഉണ്ടായിരിക്കും. നോക്കി വെക്കുക കേട്ടോ. അപ്പൊ നോക്കുക, മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, സൂപ്പർവൈസേഴ്സ് പോലെയുള്ള ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയുടെ ഇന്റർവ്യൂ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ഇന്റർവ്യൂ പാനൽ ബോർഡ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ഡെസിഗ്നേറ്റഡ് ബൈ ദ ചെയർമാൻ. ചെയർമാൻ ഉണ്ടാവില്ല, പക്ഷെ ചെയർമാൻ എന്താണ് നിയമിക്കുന്ന ഒരു മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരിക്കും. ജനറൽ മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. കൺസേൺഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ആൻഡ് ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് ലോവർ കാറ്റഗറി സ്റ്റാഫ്, അതായത് എൻട്രി ലെവൽ സ്റ്റാഫുകള് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫുകള് അങ്ങനെയൊക്കെ ഉള്ളവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ റിക്രൂട്ട്മെന്റ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്, സബ് സ്റ്റാഫ് കാറ്റഗറി, എങ്ങനെയൊക്കെയുള്ള കാറ്റഗറി അതൊക്കെ? ഫ്രണ്ട് ഓഫീസ്,
അക്കൗണ്ട് സ്റ്റാഫ്, ക്ലാസ് 4 സ്റ്റാഫ്, ക്ലാസ് 4 ജീവനക്കാര്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകള്, അക്കൗണ്ട് സ്റ്റാഫുകള്, അതുപോലെ നമ്മൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ അങ്ങനെയൊക്കെ ഉള്ളതില്ലേ, അങ്ങനെയുള്ള ലോവർ കാറ്റഗറി സ്റ്റാഫുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അവരുടെ ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ട മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന് കൺസേൺഡ് HOD അല്ലെ, അതത് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഹെഡ് ഉണ്ടായിരിക്കണം, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഓഫ് കോഴ്സ് എല്ലാത്തിനും കോമൺ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരിക്കും, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. പിന്നെ ആരാണെന്ന് നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇന്റർവ്യൂ പാനൽ ബോർഡിന്റെ മെമ്പർ ആയിട്ട് വരാറുണ്ട് അല്ലെ. ഏത് കാറ്റഗറിയിലേക്കുള്ളതാണ്? ലോവർ കാറ്റഗറി സ്റ്റാഫുകളുടെ റിക്രൂട്ട്മെന്റിന് ആര് ഭാഗമാകാറുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അതിന്റെ ഭാഗമാകാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ഇതിന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഓരോ കാറ്റഗറിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുമ്പോഴും ഓരോ ഇന്റർവ്യൂ പാനൽ ബോർഡ് മെമ്പേഴ്സിന് വ്യത്യാസമുണ്ട് അല്ലെ. സീനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിലാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആയിരിക്കും. മിഡിൽ അല്ലെങ്കിൽ ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിലാകുമ്പോൾ അതിനനുസരിച്ച്, അതുപോലെ തന്നെ ലോവർ കാറ്റഗറി സ്റ്റാഫ് ആകുമ്പോൾ അതിന് വേറെ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. ക്ലിയർ ആയാലും ഇത്രയും നമ്മള് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കിക്കോ. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ നടത്തണം. അടുത്ത സ്റ്റെപ്പ് ഇന്റർവ്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്റർവ്യൂ നടത്തുന്നതിന് മുൻപായിട്ട് ചെയ്യുന്ന തയ്യാറെടുപ്പുകളാണ് നമ്മൾ ഈ പറഞ്ഞത് അല്ലെ. ഇന്റർവ്യൂ ഡേറ്റ് നമ്മൾ ഒരു കാൻഡിഡേറ്റിന് അറിയിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇന്റർവ്യൂ പാനൽ ബോർഡിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന്റെ അവൈലബിലിറ്റി നമ്മൾ കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് നമ്മൾ ഈ കാറ്റഗറിയെ പറ്റിയിട്ടും ഓരോ കാറ്റഗറിക്ക് വേണ്ടി ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആരൊക്കെയാണ് നമ്മളിപ്പോ കണ്ടത്. ഇതുവരെ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി പറയുന്നത് നോക്കിയേ, ഇന്റർവ്യൂ പാനൽ ഷുഡ് ബി ഇനീഷ്യലി ഇന്റിമേറ്റഡ് orally before finalizing the interview date which is convenient to the panel members. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. അതായത് ഒരു ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാനൽ മെമ്പേഴ്സിനോട് അവരോട് നമ്മൾ ഓറലി ഇന്റിമേറ്റ് ചെയ്യണം, അവരോട് നമ്മൾ പറയണം ഇന്ന ദിവസം നമ്മൾ ഇന്റർവ്യൂ നടത്താൻ പോവുകയാണ്, ഇന്ന കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ്, അപ്പൊ അതിന് നിങ്ങളുടെ പ്രസൻസ് ആവശ്യമാണ് എന്ന് പറഞ്ഞ് അന്ന് അവരോട് ഓറലി നമ്മൾ അവരോട് ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഹാസ് ടു ബി റിമൈൻഡഡ് ആൻഡ് റീകൺഫേംഡ് ഇൻ റൈറ്റിംഗ് just a couple of days before the commencement of the interview to make sure of their presence. അപ്പൊ നമ്മൾ ഓറലി അവരോട് ഇന്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇന്റർവ്യൂ ഡേറ്റിന് ഏകദേശം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഈ പറയുന്ന ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ രേഖാമൂലം എന്ത് ചെയ്യണം? അവരെ നമ്മളത് അറിയിച്ചിരിക്കണം. ഓക്കെ, രേഖാമൂലം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇന്റർവ്യൂവിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ രേഖാമൂലം ആ ഇന്റർവ്യൂ ഡേറ്റിനെ പറ്റിയിട്ട് അവരോട് കൺഫേം ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവർ പറയുന്നത് നോക്കിയേ, നോർമലി ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം. അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് പാനൽ മെമ്പേഴ്സിനെ അറിയിക്കുന്നത് പറഞ്ഞു. രേഖാമൂലം അറിയിക്കണം എന്ന് പറഞ്ഞു അല്ലെ. ഈ രേഖാമൂലം അറിയിക്കുന്നത് അതിന്റേതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഏത് ഫോർമാറ്റിലാണ് നമ്മൾ അറിയിക്കുന്നത്? അതാണ് ഈ പറഞ്ഞ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം, IOM എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുക കേട്ടോ. ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം മുഖേനയാണ് നമ്മൾ ഈ വിവരങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ത്രൂ an inter office memorandum duly signed by the issuer and the signature of the panel members. അപ്പോ നമ്മൾ ഈ വിവരങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിലൂടെയാണ്. അത് വെറുതെ ആണോ? അല്ല. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ സിഗ്നേച്ചറും പാനൽ മെമ്പേഴ്സിന്റെ സിഗ്നേച്ചറോടും കൂടി ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിലൂടെയാണ് നമ്മൾ ആ വിവരങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. IOM. അപ്പൊ അതിനകത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന വ്യക്തി മിക്കവാറും ആരായിരിക്കും? ഇന്റർവ്യൂ ഡേറ്റിനെ പറ്റി അറിയിക്കുന്നത് മിക്കവാറും ആരായിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജർ ആയിരിക്കാം അല്ലെ. അദ്ദേഹമാണ് അവർ ഇന്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഇഷ്യൂ ചെയ്യുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. അതുകൂടാതെ ഈ പറയുന്ന പാനൽ മെമ്പേഴ്സിന്റെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മളത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
കേട്ടോ. അപ്പൊ ഈ ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ പർപ്പസ് എന്താണെന്ന് അറിയാമോ? നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് അറിയാമോ? അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറഞ്ഞത്. ഇറ്റ് ഈസ് എ റീകൺഫർമേഷൻ ദാറ്റ് ദ ഹൈ ലെവൽ പാനൽ ഈസ് ഇൻഫോംഡ് ഓഫ് ദ seriousness of the interview and to plan their schedule accordingly. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിന്റെ സീരിയസ്നെസ്സിനെ പറ്റിയിട്ട്, ഗൗരവത്തെ പറ്റിയിട്ട് ആ ഒരു ഉന്നതതല സമിതിയെ അറിയിച്ചിട്ടുണ്ടെന്നും അതനുസരിച്ച് അവരവരുടെ ഷെഡ്യൂളുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, ഒരു എന്താ പറയാ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രേഖാമൂലം ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം മുഖേന നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായല്ലോ പറഞ്ഞ കാര്യം? ഓക്കെ അല്ലേ? ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രേഖാമൂലമുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്, ഈ പറയുന്ന ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം, അഥവാ സിംപ്ലി നമുക്ക് മെമ്മോ എന്ന് വേണമെങ്കിൽ പറയും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ ഫോർമാറ്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം. It should contain an IOM number. IOM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്നാണ് കേട്ടോ. ചിലപ്പോൾ അതിന്റെ ഫുൾ ഫോം നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ IOM നമ്പർ ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടാവും? IOM ഡേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഡേറ്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ ഫ്രം വിച്ച് ഓഫീസർ ആൻഡ് ടു ഹൂം ഇറ്റ് ഈസ് അഡ്രസ്ഡ്. ഫ്രമും ടു ഉണ്ടായിരിക്കും. അതായത് ആരാണ് അയക്കുന്നത്, ഫ്രം ഉണ്ടായിരിക്കും. ആർക്കാണ് നമ്മൾ അയക്കുന്നത്, ടു ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെന്താണ്? ഇറ്റ് വിൽ കണ്ടെയ്ൻ സബ്ജക്ട് ആൻഡ് റെഫറൻസ്. അതുപോലെ സബ്ജക്ട് നമ്മൾ ചെറിയ രീതിയിൽ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, റെഫറൻസും അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടാവും? IOM ഡേറ്റ് ഉണ്ടായിരിക്കും, നമ്പർ ഉണ്ടായിരിക്കും, ഫ്രമും ടു ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സബ്ജക്ട്, റെഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു IOM അഥവാ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിനകത്ത് ഉണ്ടായിരിക്കുക കേട്ടോ. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. Unlike other official letters, IOM should not carry any type of formality other than the official language. മറ്റുള്ള കോൾ ലെറ്റേഴ്സ് പോലെ ഈ പറയുന്ന IOM-നകത്ത് യാതൊരു തരത്തിലുള്ള ഫോർമാലിറ്റികളും നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പൊ നമ്മൾ സാധാരണ ഒരു അപ്ലിക്കേഷൻ ഒക്കെ എവിടെയെങ്കിലും അയക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കും. ഫ്രം എഴുതും, ടു എഴുതും അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ സബ്ജക്ട് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. പിന്നെ നമ്മൾ റെസ്പെക്ടഡ് സാർ, റെസ്പെക്ടഡ് മാഡം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കണ്ടന്റ് അവതരിപ്പിക്കും അല്ലെ. അത് കഴിഞ്ഞ് അവസാനം നമ്മൾ യുവേഴ്സ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ യുവേഴ്സ് പ്ലേസ് ദ ഡേറ്റ്, ഇങ്ങനെ ഒരു ഫോർമാറ്റിലല്ലേ പൊതുവേ നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം അയക്കാം. അപ്പൊ അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ ഈ പറയുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബാക്കി യാതൊരു തരത്തിലുള്ള ഫോർമാലിറ്റികളും അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതൊക്കെ സല്യൂട്ടേഷൻസ് ആണ്, തിങ്സ് എന്നാവില്ല കേട്ടോ, സല്യൂട്ടേഷൻസ് എന്നായിരിക്കും കേട്ടോ. സല്യൂട്ടേഷൻസ് ലൈക്ക് ഡിയർ സർ, ഡിയർ മാഡം, ദാറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. കണ്ടോ, നമ്മൾ ഒരിക്കലും ഡിയർ സാർ, ഡിയർ മാഡം അങ്ങനെയുള്ള സല്യൂട്ടേഷൻസ് ഒന്നും നമ്മുടെ കൊടുക്കാറില്ല കേട്ടോ. ലൈക്ക്വൈസ് ഫോർമാലിറ്റീസ് ലൈക്ക് താങ്ക് യു, ഞാൻ നേരത്തെ പറയാം താങ്ക് യു, യുവേഴ്സ് ഫേസ്ഫുള്ളി, യുവേഴ്സ് താങ്ക്ഫുള്ളി, അങ്ങനെയുള്ള സല്യൂട്ടേഷൻസ് ഒന്നും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കാറില്ല കേട്ടോ. എക്സെട്ര ക്യാൻ ബി വിൽഫുള്ളി അവോയ്ഡഡ് ഇൻ സച്ച് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടംസ്. ഇനി നോക്കിയേ, ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ ഒരു ഫോർമാറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഫോർമാറ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തിയില്ലേ? നോക്കി നിങ്ങൾ IOM നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ IOM ഡേറ്റഡ് 20th April 2022 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രമും ടൂവും ഉണ്ടാവില്ല, ആവശ്യങ്ങളുടെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. ഫ്രം ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? HR മാനേജർ കണ്ടോ. HR മാനേജറിനാണ് അവരാണ് അയക്കുന്നത്. ടു ആർക്കാണ് അയക്കുന്നത്? ആർക്കായിരിക്കും? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് അല്ലെ. ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ്, ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, മെഡിക്കൽ സൂപ്രണ്ടന്റ്, അങ്ങനെയുള്ളവർക്കാണ് അയക്കുന്നത്. കണ്ടോ, സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് സബ്ജക്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇന്റർവ്യൂ ഓഫ് വാല്യൂസ് പോസ്റ്റ് കണ്ടോ. പിന്നെ റെഫറൻസ്, റെഫറൻസ് അഥവാ റെക്കമെൻഡേഷൻ എന്താണ്? അവർ ടെലിഫോണിക് ടോക്ക് ഓൺ 18th April 2022 2022 ഏപ്രിൽ 18 ടെലിഫോണിക് ടോക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെമ്മോ അവര് അയക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ കണ്ടന്റ്. കണ്ടന്റ് നോക്കുക കേട്ടോ. ഇങ്ങനെ നോക്കിയേ, ഡിയർ ഓൾ, എല്ലാ പാനൽ മെമ്പേഴ്സിനെയും നമ്മള് എന്താണ് ഇങ്ങനെ സല്യൂട്ടേഷൻ കൊടുക്കുന്നത്? ഡിയർ ഓൾ, ഡിയർ ഓൾ എന്ന് പറഞ്ഞിട്ട് നോക്കിയേ,
Please refer to our daily talk of 18th April instant regarding the confirmation of proposed interview scheduled on 20th April 2022 for the various posts. കണ്ടോ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ അറിയിക്കുകയാണ് അല്ലെ. അതായത് 2022 ഏപ്രിൽ 18 നമ്മുടെ ടെലിഫോണിക് ടോക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വിവിധ പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ എന്ന് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 20th April 2022 നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാണ് അല്ലെ. Okay, as confirmed by you, this is a reconfirmation and a reminder for planning your schedule accordingly. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്ലാനിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കണം. Hope you shall be present at the scheduled venue at 10 AM. അപ്പോൾ നിങ്ങൾ 10 AM ഈ പറയുന്ന വെന്യൂവിൽ ലൊക്കേഷനിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ക്ലാസ് HR മാനേജർ കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് കൊടുക്കുന്നതിലൂടെ ഈ പറയുന്ന ആൾക്കാരെ നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുകയാണ് അല്ലെ, അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ അവരുടെ പ്രസൻസ് നമ്മൾ കൺഫേം ചെയ്യുകയാണ് അല്ലെ ഈ ഒരു റിട്ടേൺ ഡോക്യുമെന്റിലൂടെ. ക്ലിയർ ആയോ? ഇത്രയും ഭാഗങ്ങള് മനസ്സിലായോ? IOM എന്താണെന്ന് ക്ലിയർ ആയോ? ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടോ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? അപ്പൊ നമ്മള് എത്രയും വരെ കാര്യങ്ങൾ കഴിഞ്ഞു അല്ലെ. ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ നിശ്ചയിച്ചു. അവരെ നമ്മൾ ഇന്റർവ്യൂ ഡേറ്റിനെ പറ്റി അവരോട് നമ്മൾ എന്ത് ചെയ്തു? ഇന്റിമേറ്റ് ചെയ്തു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ആരെ അറിയിക്കാം? കാൻഡിഡേറ്റിനെ നമുക്ക് അറിയിക്കാം അല്ലെ. തുടങ്ങിയത് അവിടെ നിന്നാണ്. കാൻഡിഡേറ്റിനെ അറിയിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് വേണം? കാൻഡിഡേറ്റ്സിനെ അറിയിക്കാം. എങ്ങനെയാണ് നമ്മൾ കാൻഡിഡേറ്റ്സിനെ അറിയിക്കുന്നത്? ത്രൂ കോൾ ലെറ്റർ അല്ലെ. കോൾ ലെറ്ററിലൂടെ നമ്മൾ അവരെ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പൊ നോക്കി, once the interview panel has been intimated of the proposed interview, the candidates or job aspirants has to be intimated regarding the commencement of the interview process. അവരെ നമ്മൾ ഇന്റർവ്യൂ പാനലിനെ അറിയിച്ചതിന് ശേഷം നമ്മൾ ആരെ അറിയിക്കണം? നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ പ്രോസസ്സിനെ പറ്റിയിട്ട് നമ്മൾ അവരെ അറിയിക്കണം. ഇന്റർവ്യൂവിന്റെ എല്ലാ ഡീറ്റെയിൽസും അവരെ നമ്മൾ കോൾ ലെറ്റർ മുഖേന അറിയിക്കണം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇന്റർവ്യൂ കോൾ ലെറ്റർ. ഇനി ഒരു ഇന്റർവ്യൂ കോൾ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ IOM ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ പഠിച്ച പോലെ ഒരു ഇന്റർവ്യൂ കോൾ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. അതൊന്നും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇറ്റ് ഷുഡ് നെസസറിലി കണ്ടെയ്ൻ ദ ഡേറ്റ് ഉണ്ടായിരിക്കണം, ടൈം ആൻഡ് വെന്യൂ ഓഫ് ദ ഇന്റർവ്യൂ, ടൈം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ലൊക്കേഷനും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ടൈം ഓഫ് ദ ഡേറ്റ് ഓഫ് ദ ഇന്റർവ്യൂ, ടൈം ഓഫ് ദ ഇന്റർവ്യൂ ആൻഡ് വെന്യൂ ഓഫ് ദ ഇന്റർവ്യൂ. ഇത്രയും കാര്യങ്ങളാണ് ഒരു കോൾ ലെറ്ററിൽ ഉണ്ടായിരിക്കേണ്ടത്. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഓഫ് കോഴ്സ് ദ യൂഷ്വൽ ഫോർമാറ്റ് സച്ച് ആസ് ദ ഫയൽ നമ്പർ, ഡേറ്റ്, സബ്ജക്ട്, റെഫറൻസ് അതൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നോക്കിയേ, the salutations to the candidate should be dear candidate and not their name since a relationship has not yet started with the candidate. ഇനി നമ്മളൊരു കോൾ ലെറ്ററിൽ എങ്ങനെയാ കാൻഡിഡേറ്റിന് നമ്മൾ സല്യൂട്ടേഷൻ നടത്തുക? എങ്ങനെയാ? ഡിയർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതാം. അതൊരിക്കലും ഡിയർ അവരുടെ പേര് നമ്മൾ ഒരിക്കലും പറയില്ല. പകരം ഡിയർ കാൻഡിഡേറ്റ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം നമ്മൾ കാൻഡിഡേറ്റ് ആയിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ആയിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവരെ പേര് വെച്ച് നമ്മൾ പരാമർശിക്കില്ല. പകരം എങ്ങനെയായിരിക്കും? ഡിയർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവരെ അഭിസംബോധന ചെയ്യും. ഓക്കെ, ഇനി നോക്കാം. Unless and until we know the candidate in detail, salutation should be only dear candidate as mentioned above. കേട്ടോ, അവരുമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് തന്നെ നമ്മൾ അവരെ ഡിയർ കാൻഡിഡേറ്റ് എന്ന് മാത്രമേ നമ്മൾ അവരെ വിശേഷിപ്പിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇനി നോക്കിയേ, അടുത്തൊരു കാര്യം നോക്കിയേ, അപ്പാർട്ട് ഫ്രം ദ എബവ്, the aspirants may also be asked to confirm their attendance to actually evaluate the percentage of attendance. ഇനി നമ്മൾ അവരോട് ഇന്റർവ്യൂ ഡീറ്റെയിൽസ് അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവരോട് മറ്റൊരു കാര്യം കൂടെ റിക്വസ്റ്റ് ചെയ്യണം. എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന ഇന്റർവ്യൂവില് അവരുടെ അറ്റൻഡൻസ് നമ്മൾ കൺഫേം ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ കോൾ ലെറ്ററിലൂടെ ഇന്റർവ്യൂ ഡീറ്റെയിൽസ് അവരെ അറിയിക്കുന്നുണ്ട്. അറിയിക്കുന്നതിനോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. അവർ ഈ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കൺഫർമേഷൻ നമ്മൾ അവരെ റിക്വസ്റ്റ് ചെയ്യണം. അതായത് ഇന്റർവ്യൂവിന് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ആ ഒരു കൺഫർമേഷൻ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ ഇവിടെ പറഞ്ഞത്.
their attendance to actually evaluate. അപ്പൊ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ? അപ്പൊ നമുക്ക് ഈ ആളുകളിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഏകദേശം എത്ര കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കും എന്നതിനെ പറ്റി നമുക്കൊരു ഫൈനൽ ഒരു കണക്ക് നമുക്ക് കിട്ടും. അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ ഒരുപാട് കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സമയം കൂടുതൽ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ കാൻഡിഡേറ്റ്സിന്റെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഇന്റർവ്യൂ അവിടെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇനി അടുത്തൊരു കാര്യം നോക്കിയേ. ഫ്യൂ കമ്പനീസ് reimburses the expenses incurred by them for attending the interview. In such cases, nothing has to be mentioned. Okay, ഇനി നമ്മൾ ചിലപ്പോൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ ചില കമ്പനികൾ, എല്ലാവരും അല്ല, ചില കമ്പനികൾ എന്ത് ചെയ്യുന്നറിയോ, ഇന്റർവ്യൂ എക്സ്പെൻസുകൾ വഹിക്കും. അതായത് ഇന്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റിന്റെ എക്സ്പെൻസുകൾ ആര് കൊടുക്കും? കമ്പനി കൊടുക്കും. അതായത് ട്രാവൽ അലവൻസ്, ഡിയർനെസ് അലവൻസ് എന്നൊക്കെ പറയും. DA എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അവർക്ക് ഇന്റർവ്യൂവിന് വരാനുള്ള ആ ഒരു എന്താ പറയാ ട്രാൻസ്പോർട്ടേഷനുള്ള എക്സ്പെൻസ്. ഇനി അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ചില ആളുകൾ ചിലപ്പോൾ തലേ ദിവസമൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് അങ്ങനെയൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഡിയർനെസ് അലവൻസ്, അലവൻസ് കൊടുക്കുകയും, അതായത് സ്റ്റേക്കൊക്കെയുള്ള അലവൻസ് അങ്ങനെയൊക്കെ ചില കമ്പനികൾ കൊടുക്കും, എല്ലാവരും കൊടുക്കില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് ചില കമ്പനികൾ ഈ പറയുന്ന ട്രാവൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് പോലുള്ള എക്സ്പെൻസസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇന്റർവ്യൂ ലെറ്ററിൽ ഒന്നും തന്നെ പരാമർശിക്കേണ്ട ആവശ്യമില്ല. അതായത് DA തരുന്നോ നമ്മൾ പ്രത്യേകം എഴുതേണ്ട കാര്യമില്ല. എങ്ങനെയാണെങ്കിൽ കമ്പനി എക്സ്പെൻസ് കൊടുക്കുമെങ്കിൽ കമ്പനി എക്സ്പെൻസുകൾ വഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ കോൾ ലെറ്ററിൽ പ്രത്യേകം പിന്നെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, മാറിപ്പോരുത് കേട്ടോ. However, എന്നിരുന്നാലും നേരെ തിരിച്ചു നോക്കിയേ, if the company is not paying any expense for attending the interview, ഇനി കമ്പനി പ്രത്യേകിച്ച് ഇന്റർവ്യൂ എക്സ്പെൻസുകൾ ഒന്നും തന്നെ വഹിക്കുന്നില്ല എങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. It has to be mentioned clearly as no DA or DA will be paid for attending the interview. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഇപ്പൊ എക്സ്പെൻസുകൾ കമ്പനി എടുക്കുന്നുണ്ടെങ്കിൽ, കാൻഡിഡേറ്റിന് വേണ്ട എക്സ്പെൻസുകൾ കമ്പനി വഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യമില്ല. അതേസമയം കമ്പനി എക്സ്പെൻസ് വഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം എഴുതണം. അതിനകത്ത് പറയണം, ഇങ്ങനെ എഴുതണം, no DA or DA will be paid for attending the interview. അങ്ങനെ പറയാം. ട്രാവൽ എക്സ്പെൻസ് ആണ്, ട്രാവൽ അലവൻസ് ആണ് അവർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആ ഒരു എന്താ പറയാ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. DA എന്ന് പറഞ്ഞാൽ ഡിയർനെസ് അലവൻസ് എന്നാണ് പറയാ. അതായത് ഞാൻ പറഞ്ഞ കാര്യമാണ്, ചിലപ്പോൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തലേ ദിവസമൊക്കെ അടുത്ത് വരെ താമസിച്ചിട്ട് പിറ്റേ ദിവസം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പൊ അവർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ചെറിയൊരു എക്സ്പെൻസ് വരില്ലേ, അങ്ങനെയുള്ളതൊക്കെയാണ് ഉദ്ദേശിച്ചത്. കാരണം ഡിയർനെസ് അലവൻസ് കേട്ടോ. അപ്പൊ കൊടുക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ പ്രത്യേകം എഴുതണം. എന്തിനാ നമ്മൾ അങ്ങനെ എഴുതണമെന്ന് അറിയാമോ? അതിന്റെ ആവശ്യം എന്താ നോക്കിയേ. This mention is to safeguard the company against any claim for their expenses. അതായത് ഇതിന് ഏതെങ്കിലും കാരണവശാല് കാൻഡിഡേറ്റ് എക്സ്പെൻസിനെ പറ്റിയിട്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് അവരിങ്ങനെ പരാമർശിക്കുന്നത് കേട്ടോ. ചില ആളുകൾ ഇപ്പോ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്നില്ലാത്ത കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കാൻഡിഡേറ്റ് ഇപ്പൊ പറയാം എക്സ്പെൻസ് വഹിക്കാമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ഇതിലെ ഒരു സേഫ്റ്റി, ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് അത് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? കോൾ ലെറ്ററെ പറ്റി മനസ്സിലായോ? ഒരു കോൾ ലെറ്ററിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഇനി നോക്കിയേ, അതിന്റെ ഒരു ഫോർമാറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കാം, ഫോർമാറ്റ് ഓഫ് കോൾ ലെറ്റർ. ഓക്കെ, ഫയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡേറ്റഡ് 18th April 2022, മിസ്റ്റർ കൃഷ്ണകുമാർ. അദ്ദേഹത്തിന്റെ അഡ്രസ് കൊടുത്തിട്ടുണ്ട് കൊല്ലം. സബ്ജക്ട് കേട്ടോ, കോൾ ലെറ്റർ ഫോർ ഇന്റർവ്യൂ ഫോർ ദ പോസ്റ്റ് ഓഫ് PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ. അതിന്റെ പോസ്റ്റിലേക്കുള്ള കോൾ ലെറ്റർ ആണ്. റെഫറൻസ് എന്താണ്? യുവർ റെസ്യൂംസ് ആൻഡ് സബ്സിക്വന്റ് ഷോർട്ട് ലിസ്റ്റിംഗ്. അല്ലെ, നിങ്ങളുടെ റെസ്യൂമിനെയും ഷോർട്ട് ലിസ്റ്റിങ്ങിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവരെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് എന്നുള്ളൊരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഡിയർ കാൻഡിഡേറ്റ് പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ല, ഡിയർ കാൻഡിഡേറ്റ്. Okay, we are pleased to inform you that your resume has been shortlisted for the post of public relation officer. In view of the above, you are requested to appear in person for a personal interview answer furnished below. Okay, അപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 28th April 2022, ടൈം കൊടുത്തു 10 AM.
മെനു എയിംസ് ഹോസ്പിറ്റൽ 12 എയിംസ് ആർക്കേഡ് എറണാകുളം കേട്ടോ. ഇനി എന്താണ്, യു ആർ ഡയറക്റ്റഡ് ടു ബ്രിങ് എ സെറ്റ് ഓഫ് ഒറിജിനൽ സിറോക്സ് ഓഫ് ഓൾ യുവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് and testimonials along with a recent passport size photograph while attending the interview. അവരോട് അവരുടെ എന്താണ് ക്വാളിഫിക്കേഷന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ കൊണ്ടുവരാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ, നോ DA or DA will be paid for attending the interview കേട്ടോ. അപ്പൊ കൊടുത്തതില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് പ്രത്യേകം അവിടെ എഴുതണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നോ DA or DA will be paid for attending the interview. Please confirm your attendance for returning. കണ്ടോ, നമ്മൾ ഈ ഡീറ്റെയിൽസ് അയക്കുന്നതിനോടൊപ്പം അവരോട് എന്തുകൂടെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ അറ്റൻഡൻസ് കൂടെ നമ്മൾ കൺഫേം ചെയ്യുന്നുണ്ട് അല്ലെ. അവര് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവരോട് അറിയിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. പ്ലീസ് കൺഫേം യുവർ അറ്റൻഡൻസ് ഫോർ റിട്ടേൺ മെയിൽ. റിട്ടേൺ മെയിലിലൂടെ നിങ്ങളുടെ അറ്റൻഡൻസ് നിങ്ങൾ ഉറപ്പുവരുത്തണം. താങ്കിങ് യു ഫോർ എയിംസ് ഹോസ്പിറ്റൽ സിഗ്നേച്ചർ മാനേജർ ഓഫ് HR അഡ്മിനിസ്ട്രേഷൻ. കിട്ടിയോ? ഇതാണ് ഒരു കോൾ ലെറ്ററിന്റെ ഫോർമാറ്റ്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് കോൾ ലെറ്റർ കഴിഞ്ഞു. ഇനി കോൾ ലെറ്റർ എങ്ങനെയൊക്കെ നമുക്ക് അയക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. ഈ കോൾ ലെറ്ററും അതിനെ തുടർന്ന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്. ശ്രദ്ധിക്കാം. The call letter can be by an email with a telephonic confirmation or on a letterhead duly scanned and emailed. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ നമുക്ക് കോൾ ലെറ്റർ അയക്കാം. ഒന്നുകിൽ ഇമെയിൽ ത്രൂ അയക്കാം, അല്ലെങ്കിൽ എന്താണ് ഡ്യൂലി സ്കാൻഡ് ലെറ്റർ ഹെഡ് വഴിയായിട്ട് അത് മെയിൽ എഴുതി കൊടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ ഇമെയിൽ വഴി അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കോൾ ലെറ്റർ ഹെഡ് സ്കാൻ ചെയ്ത് ഇമെയിൽ വഴിയായിട്ട് നമുക്ക് കോൾ ലെറ്റർ അയക്കാം. രണ്ടും ഇമെയിൽ വഴി തന്നെയാണ് അയക്കുന്നത്. ഒരെണ്ണം ലെറ്റർ ഹെഡ് ഫോർമാറ്റിലായിരുന്നു, മറ്റൊരെണ്ണം നേരിട്ട് കോൾ ലെറ്റർ നമ്മൾ മെയിൽ ത്രൂ അയക്കും. അപ്പൊ രണ്ട് രീതിയിൽ അവരെ അറിയിക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും പോസ്റ്റൽ ആയിട്ടല്ല ചെയ്യുന്നത്, ഇമെയിൽ ആയിട്ടാണ് അവിടെ അയക്കുന്നത് കേട്ടോ. ഇനി നോക്കാം. Now we have 10 days left for the interview. ഇനി ഇന്റർവ്യൂവിന് ഏകദേശം ഒരു 10 ദിവസത്തിന്റെ ബാക്കിയുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അതിനിടയ്ക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. In the meantime, you can finally confirm the total number of candidates who prefer to attend the interview based on their confirmation. നമ്മൾ അവരുടെ എന്താ പറയാ അറ്റൻഡൻസിന്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കോൾ ലെറ്റർ ത്രൂ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കോൾ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസം ബാക്കിയുണ്ട്. ആ ഒരു 10 ദിവസത്തിനുള്ളിൽ എത്ര ആളുകൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും എന്നുള്ള ഫൈനൽ കൺഫർമേഷൻ നമുക്ക് അത്രയും ദിവസത്തിനുള്ളിൽ കിട്ടും. അത്രയും ദിവസത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര കാൻഡിഡേറ്റ് ഏകദേശം നമ്മുടെ ഇന്റർവ്യൂവിന് വരും എന്നുള്ളൊരു ഫൈനൽ കണക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഇന്റർവ്യൂ പാനൽ നോക്കും, ആ ഒരു എന്താ പറയാ എൻവയോൺമെന്റ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് അതിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. നോക്കാം. It is now the duty of the HR department to arrange the interview. HR ഡിപ്പാർട്ട്മെന്റിന് ഇന്റർവ്യൂ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം അല്ലെ. ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മളൊരു ഇന്റർവ്യൂ പോകുന്നത്, ഇന്റർവ്യൂ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്? ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാല് നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു ഇന്റർവ്യൂ പാനൽ ബോർഡും അവിടെയുള്ള ഒരു ഫെസിലിറ്റികളൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്, അതാണ് ഇനി ഇവിടെ പറയുന്നത്. അതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. The interview panel board should be kept and arranged in a professional way to get a first impression of the precious interview panel. അല്ലെ, നമ്മൾ പറയില്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് നമ്മൾ പറയാറ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഇന്റർവ്യൂ പാനൽ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം, അതൊരു പ്രൊഫഷണൽ രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം നോക്കിയേ. The board room of the chairman's cabin based on the category of the interview can be arranged well in advance systematically. ഒന്നാമത്തെ കാര്യം എന്താണ്, വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡ് റൂം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പാനൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ സ്പേസ് അവിടെ നമ്മൾ ഉണ്ടായിരിക്കും. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമിലൊന്നും ഒരിക്കലും ഇന്റർവ്യൂ നടത്തരുത് അല്ലെ. വളരെ എന്താ പറയാ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡ് റൂം ആയിരിക്കണം. അതായത് ഒരു ഇന്റർവ്യൂ സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. അതാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് പറയുന്നത്.
കേട്ടോ. പിന്നെന്താണ്, ഇറ്റ് ഈസ് ഓർണമെന്റൽ ടു ഡിസ്പ്ലേ അവർ എക്സ്പെർട്ടൈസ് ദാറ്റ് ദ നെയിം ഓഫ് ദ പാനൽ മെമ്പേഴ്സ് ഓൺ ദ ഡയസ് ഓഫ് ദ ഇന്റർവ്യൂ ടു ബി ഡിസ്പ്ലേഡ് ഓൺ ദയർ ടേബിൾ. പിന്നെ എന്താണ് വേണ്ടത്, അതായത് നെയിം ടാഗ്സ് ഫോർ ദ പാനൽ മെമ്പേഴ്സ്. ആ പാനലിൽ ഇരിക്കുന്ന മെമ്പേഴ്സിന്റെ പേരുകൾ നമ്മൾ ചെറിയൊരു ബോർഡിൽ അവിടെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ആരൊക്കെയാണ് ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്നത് അവരുടെ പേരുകൾ, അതാണ് നെയിം ടാഗ്സ് കേട്ടോ. നെയിം ടാഗ് എന്ന് പറഞ്ഞാൽ അവരുടെ പേര് എന്ന് വെച്ചാൽ അവരുടെ പൊസിഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അവരുടെ പേര് എന്ന് പറഞ്ഞാൽ അവരുടെ പൊസിഷൻ, ചെയർമാൻ ആണെങ്കിൽ ചെയർമാൻ, അല്ലെങ്കിൽ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേറ്റർ, അപ്പൊ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒരു നെയിം ടാഗ് ഫോർ ദ പാനൽ മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെന്താ പറയുന്നത്, അതിന്റെ വൈറ്റ് ക്ലോത്ത് ആൻഡ് ഫ്ലവർ വേസ്. ഇനി ഒരു ഇന്റർവ്യൂ ടേബിൾ ആണെങ്കിൽ ആ ടേബിളിൽ അത്യാവശ്യം ഒരു വൈറ്റ് ക്ലോത്ത് ഒക്കെ കവർ ചെയ്തിട്ട് ഒരു ഫ്ലവർ വേസ് ഒക്കെ ഭംഗിക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. ടു ഹാവ് എ പ്ലീസിങ് അപ്പിയറൻസ്, വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അപ്പിയറൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് വെള്ള കളർ ക്ലോത്ത് വെച്ച് കവർ ചെയ്യുക. പിന്നെ ഒരു ചെറിയൊരു ഫ്ലവർ വേസ് ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതാണ് അഭിപ്രായം. പിന്നെയോ, പിന്നെ എന്തൊക്കെ വേണം, നെസസറി ഡ്രിങ്കിങ് വാട്ടർ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ടീ ആൻഡ് റിഫ്രഷ്മെന്റ്സ് can also be arranged to make it more professional. അതുകൂടാതെ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ്, ബേസിക് ഫെസിലിറ്റികൾ അവിടെ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഡ്രിങ്കിങ് വാട്ടർ, ഇപ്പൊ ചായ ആണെങ്കിൽ ടീ ഉണ്ടായിരിക്കണം, റിഫ്രഷ്മെന്റ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സുകളൊക്കെ ഉണ്ടായിരിക്കണം. നമ്മളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ഇനി പോകാനിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു പ്രൊഫഷണൽ രീതിയിലായിരിക്കും നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലെ. ഓക്കെ, അതുകൂടാതെ ദ ഫ്രണ്ട് ഓഫീസ് ഓർ ദ റിസപ്ഷൻ ഏരിയ, ഇറ്റ്സ് റിലേറ്റഡ് സ്റ്റാഫ് മെമ്പേഴ്സ് ഷുഡ് ബി ഇന്റിമേറ്റഡ് റിഗാർഡിംഗ് ദ കമൻസ്മെന്റ് ഓഫ് ദ ഇന്റർവ്യൂ. അതുകൂടാതെ നമ്മൾ ആ ഒരു ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയയിലെ സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവരോട് നമ്മൾ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. കാര്യം കാൻഡിഡേറ്റ്സ് ആദ്യം വരും, ചിലപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്ന ചിലപ്പോൾ അവിടെ നല്ല ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ ഒക്കെ ആയിരിക്കാം. അപ്പൊ കാൻഡിഡേറ്റ് ആദ്യം വരുമ്പോൾ മീറ്റ് ചെയ്യുന്നത് റിസപ്ഷൻ ഏരിയയിലെ സ്റ്റാഫുകളെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ ഇന്റർവ്യൂവിനെ പറ്റി ഇന്റിമേറ്റ് ചെയ്തിരിക്കണം കേട്ടോ. കാര്യം അവർ വരുമ്പോൾ അവരെ കറക്റ്റ് ആയിട്ട് ഡയറക്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസപ്ഷൻ ഏരിയയിലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളോട് ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? വേറൊന്നുമില്ല കേട്ടോ. കോൾ ലെറ്റർ എങ്ങനെ അയക്കണം, മെയിൽ വഴി അയക്കാം, ലെറ്റർ ഹെഡ് വഴി നമുക്ക് സ്കാൻഡ് ഹെഡ് വഴി അയക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇന്റർവ്യൂ ഒരു എന്താ പറയാ ആ അറ്റ്മോസ്ഫിയർ ഏത് രീതിയിലായിരിക്കണം, ഒരു പ്രൊഫഷണൽ രീതിയിലായിരിക്കണം, എന്തൊക്കെ അറേഞ്ച്മെന്റ്സുകളാണ് അവിടെ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, എളുപ്പമല്ലേ അതൊക്കെ? ഇനി അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് ശ്രദ്ധിക്കാം. എ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം consisting of columns to be filled in such a post applied for name, age, address, qualification, experience, last salary drawn, expected salary, joining time, required with a space for affix in the program, to be kept ready while induction of a new member. Okay, അപ്പൊ നമ്മൾ ചിന്തിക്കാം, അങ്ങനെല്ലാം അറേഞ്ച് ചെയ്തു കാൻഡിഡേറ്റ് വരികയാണ്. കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിന് വരികയാണ്. അപ്പൊ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുന്ന അറിയാമോ, നമ്മൾ കാൻഡിഡേറ്റിന് ഒരു ആപ്ലിക്കേഷൻ ഫോം അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഒരു ജോബ് ആപ്ലിക്കേഷൻ ഫോം ആണ് കേട്ടോ. എന്താണ്, ഒരു ജോബ് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് പ്രൊവൈഡ് ചെയ്യും. വരുമ്പോ കാൻഡിഡേറ്റ് വരുമ്പോ തന്നെ നമ്മൾക്ക് അവർ ഒരു ആപ്ലിക്കേഷൻ ഫോം അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മളൊരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം എന്നാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ആ ഫോം വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ആയിരിക്കും കേട്ടോ. ആ ഫോം എന്ന് പറയുന്നത് വളരെയധികം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കും. അപ്പൊ നോക്കാം, ഒരു ജോബ് ആപ്ലിക്കേഷൻ ഫോമിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ, ജോബ് ആപ്ലിക്കേഷൻ ഫോം, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും നോക്കിയേ. നെയിം ഉണ്ടായിരിക്കും, അവരുടെ പേര് എഴുതിക്കണം, ഏജ്, അതുപോലെ തന്നെ അഡ്രസ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, പിന്നെ അവരുടെ എക്സ്പീരിയൻസ്, ലാസ്റ്റ് സാലറി ഡ്രോ, അവസാനം അവർ മേടിച്ച സാലറി എത്രയാണ്, എക്സ്പെക്ടഡ് സാലറി, ഇനി അവർ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ്, അതൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. ജോയിനിങ് ടൈം, എപ്പോ അവർക്ക് ജോയിൻ ചെയ്യാൻ അവർ വെയിറ്റിംഗ് ആണ്. അതുപോലെ there is a space for affixing the photograph. എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ, ചിലതിലൊക്കെ അവരുടെ ഫോട്ടോയും കൂടെ അഫിക്സ് ചെയ്യാനുള്ള സ്പേസും ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഉണ്ടായിരിക്കും.
അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു ജോബ് ആപ്ലിക്കേഷൻ ഫോം അവർക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആപ്ലിക്കേഷൻ ഫോം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ എല്ലാ വിവരങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്തായിരിക്കും? വെറുതെ കൊടുക്കുന്നതായിരിക്കും? അല്ല, അതിന് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടല്ലേ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു കളക്ട് ദ നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്, അല്ലെ? ആ ഒരു കാൻഡിഡേറ്റിനെ പറ്റിയിട്ട് ആവശ്യമുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത്, അല്ലെ? അതുകൂടാതെ മറ്റൊരു കാര്യം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ദ പാനൽ മെമ്പേഴ്സ് ടു ഷോർട്ട് ലിസ്റ്റിംഗ് ദ കാൻഡിഡേറ്റ്. അതുപോലെ കാൻഡിഡേറ്റിനെ വളരെ എളുപ്പത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. വെറുതെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണതല്ല, അതിനൊരു പർപ്പസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വരുന്ന കാൻഡിഡേറ്റിനെ പറ്റിയിട്ട് എല്ലാ ഇൻഫർമേഷനും കൃത്യമായിട്ട് കളക്ട് ചെയ്യാനും, പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ജോബ് ആപ്ലിക്കേഷൻ ഫോമുകൾ കൊടുക്കുന്നത്. അതിനകത്ത് ഉൾപ്പെടുത്തുന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നോക്കിയേ, a universal application form is a universal format to be maintained for easy identification with the essential information that will be deemed necessary for shortlisting a candidate. അതാണ് ഈ പറഞ്ഞ പർപ്പസ്. ഒന്ന്, എസെൻഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് നെസസറി ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് എ കാൻഡിഡേറ്റ്. ഒരു കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോമുകളെ ഹെൽപ്പ് ചെയ്യും, അല്ലെ? ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണല്ലോ. ഇനി നോക്കിയേ, ദ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ഇവര് വരും, കാൻഡിഡേറ്റ് വരുന്നു, അവർ ആപ്ലിക്കേഷൻ ഫോമുകളൊക്കെ അവർ ഫില്ല് ചെയ്യും, അല്ലെ? അവർ ഫില്ല് ചെയ്ത് ആരെങ്കിലും ഒരാളത് കളക്ട് ചെയ്യും. അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് അത് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇവർ ഈ ആപ്ലിക്കേഷൻ ഫോം ആരുടെ കയ്യിൽ കൊടുക്കും? ഇന്റർവ്യൂ പാനൽ ബോർഡ് മെമ്പേഴ്സിന്റെ കയ്യിൽ കൊടുക്കും, അല്ലെ? ഓക്കെ, അപ്പൊ നോക്കിയേ, ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് എ ഫിൽഡ് അപ്പ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. എന്തുകൊണ്ട് യൂണിവേഴ്സൽ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞേ, ആ ഫോം വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ആണ് കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ കേട്ടോ. ഒരു വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോം ആണ് ഈ ഒരു, അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻ ഫോം ആണ് അവർക്ക് കൊടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഈ ഫിൽഡ് അപ്പ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ഓൾറെഡി ഫിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം along with the detailed biodata, അതോടൊപ്പം അവരുടെ ഒരു ബയോഡാറ്റയുടെ ഒരു കോപ്പിയും അതിനോടൊപ്പം ചോദിക്കും, അല്ലെ? ആ ബയോഡാറ്റയും പിന്നെ എന്തും കൂടെ കൊടുക്കും? അസസ്മെന്റ് ഫോം ഫോർ അസസിംഗ് ദ ജോബ് ആസ്പിരന്റ് ഡ്യൂറിംഗ് ദയർ പേഴ്സണൽ ഇന്റർവ്യൂ. അത് കൂടാതെ ഒരു അസസ്മെന്റ് ഫോമും കൂടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഇന്റർവ്യൂ പാനൽ ബോർഡ് മെമ്പേഴ്സിന് എന്തൊക്കെയാണ് കൊടുക്കുക? ഒന്ന്, കാൻഡിഡേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം, പിന്നെ അവരുടെ ബയോഡാറ്റ, പിന്നെ എന്താ കൊടുക്കുക? ഒരു അസസ്മെന്റ് ഫോം കൊടുക്കും, അല്ലെ? അസസ്മെന്റ് ഫോം എന്തിനു വേണ്ടിയിട്ടാണ്? അവര് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് കാൻഡിഡേറ്റിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് അവരുടെ രേഖപ്പെടുത്താനായിട്ട് ഒരു അസസ്മെന്റ് ഫോമും കൂടെ ആർക്ക് കൊടുക്കുന്നുണ്ട്? പാനൽ മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഈ 3 സംഭവങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇനി നോക്കിയേ, one set for each panel member will ease the process of their evaluation regarding the candidate. One set for each panel member. അതായത് ഓരോ പാനൽ മെമ്പറിലും നമ്മൾ ഒരു സെറ്റ് അങ്ങനെ കൊടുക്കുകയാണ് അവർക്ക്. അങ്ങനെ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് കുറെ കൂടെ നമുക്ക് എളുപ്പമാക്കി നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നോക്കാം കേട്ടോ. അടുത്തത് എന്താണ്? Parameters on how to assess an aspirant. ഇനി നമ്മളൊരു അസസ്മെന്റ് ഫോം കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഇനി നമുക്ക് അറിയേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഒരു കാൻഡിഡേറ്റ്, അങ്ങനെ എന്തൊക്കെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ അസസ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ പാരാമീറ്ററുകൾ കൺസിഡർ ചെയ്യാൻ, എന്തൊക്കെ പാരാമീറ്ററുകൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ വിലയിരുത്തുന്നത് കേട്ടോ. നോക്കിക്കേ, an aspirant can be interviewed in many ways. പല രീതിയിൽ നമുക്ക് അവരെ അസസ് ചെയ്യാം, അല്ലെ? Please bear in mind that the candidate has already been shortlisted based on the basic criteria such as qualification, experience, place, salary criteria, joining time, etc. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി കുറെ പാരാമീറ്ററുകൾ നമുക്ക് അറിയാം, അല്ലെ? ഇതൊക്കെയാണ് പാരാമീറ്ററുകൾ. അതിനെ ബേസ് ചെയ്ത് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, പ്ലേസ്, സാലറി, ജോയിനിങ് ടൈം, അങ്ങനെയുള്ള പാരാമീറ്ററുകളെ ബേസ് ചെയ്തുകൊണ്ട് ഓൾറെഡി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെ? അത് നമ്മുടെ മനസ്സിലുണ്ട്, നമുക്കത് അറിയാവുന്ന കാര്യമാണ്.
അതുകൂടാതെ that means the candidate has to be assessed in some other aspects apart from the role. അപ്പൊ ഈ പറയുന്ന എന്താണ് പാരാമീറ്റേഴ്സിന് അപ്പുറത്തേക്ക് മറ്റു പല പാരാമീറ്ററുകളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൻഡിഡേറ്റിനെ അസസ് ചെയ്യാം. ഓക്കെ, മറ്റു നിങ്ങൾ ചിന്തിക്കുന്നത് ഈ പറയുന്ന പാരാമീറ്റേഴ്സ് മാത്രമല്ല, മറ്റു പല പാരാമീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് അത്തരം പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട്. The following aspects have to be considered. എന്തൊക്കെ ആസ്പെക്ടുകൾ, എന്തൊക്കെ പാരാമീറ്റേഴ്സുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? Assessment will be based mainly on certain parameters. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? കോൾ ലെറ്റർ തൊട്ട് ഇവിടെ വരെയുള്ള ഭാഗങ്ങൾ ഓക്കെ ആണോ? ഒന്ന് ജസ്റ്റ് ഓടിച്ച് വായിക്കാമോ? കോൾ ലെറ്ററിന്റെ ഫോർമാറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ഒരു പാരഗ്രാഫ് വരെ ഒന്ന് വായിച്ചു നോക്കിയേ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിച്ചു. വായിച്ചു നോക്കിയോ? എല്ലാവരും വായിച്ചു നോക്കിയാ? ഓക്കെ ആണ് എല്ലാവർക്കും? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത കുറച്ച് പാരാമീറ്റേഴ്സ് നോക്കാം കേട്ടോ. അസസ്മെന്റ് വിൽ ബി ബേസ്ഡ് മെയിൻലി ഓൺ സർട്ടേൺ പാരാമീറ്റേഴ്സ്. ഇത്തരം പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാന്ന് നോക്കിയേ? പേഴ്സണാലിറ്റി, അല്ലെ, നമ്മുടെ വ്യക്തിത്വം നമ്മൾ അളക്കും അല്ലെ. നമ്മൾ അതുകൊണ്ടാണ് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മള് ഏറ്റവും നല്ല അല്ലെ, നല്ല ബോഡി ലാംഗ്വേജ്, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ പോണെന്ന് പറയുന്നതിന്റെ കാര്യങ്ങളുണ്ട് അല്ലെ. ഓക്കെ, അതൊക്കെ നമ്മുടെ എന്തിനെ അളക്കുന്നുണ്ട്? നമ്മുടെ പേഴ്സണാലിറ്റിനെ അളക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് പേഴ്സണാലിറ്റി, വ്യക്തിത്വം. നമുക്ക് ഒരാളെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അല്ലെ. അങ്ങനെയല്ല, ജസ്റ്റ് നമുക്ക് അവരുടെ ഒരു അപ്പിയറൻസിലൂടെ നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റി നമുക്ക് കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പേഴ്സണാലിറ്റി ഒരു പാരാമീറ്റർ ആണ്. അതുപോലെ തന്നെ നോക്കിയേ, അപ്പിയറൻസ് അല്ലെ, അവരെങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്, എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, പിന്നെ അവരുടെ ബോഡി ലാംഗ്വേജ്, പിന്നെ ഐ കോണ്ടാക്ട്, ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ എന്താണ്, അതായത് അവരുടെ ആശയവിനിമയത്തിലുള്ള ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർ ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഇന്റഗ്രിറ്റി അല്ലെ. ഇന്റഗ്രിറ്റി, അവരുടെ കാര്യങ്ങളൊക്കെ എത്രത്തോളം നന്നായിട്ട് കാര്യങ്ങള് കോർഡിനേറ്റ് ചെയ്ത് അവർ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിനോടുള്ളവരുടെ റെസ്പോൺസ് അല്ലെ. പിന്നെ എന്താണ്, ക്യാരക്ടർ അല്ലെ, അവരുടെ ക്യാരക്ടർ, ബിഹേവിയർ, പിന്നെ അവരുടെ കോൺഫിഡൻസ് അല്ലെ. നമ്മള് പൊതുവെ പറയില്ല, ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മള് എന്ത് കാഴ്ച നമ്മൾ തെറ്റായിരിക്കും പറയുന്നത്, പക്ഷെ എന്തായാലും നമ്മൾ പറയുന്നത് ഇത്തിരി കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ പറയണം എന്ന് പറയും അല്ലെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പക്ഷെ തെറ്റായിരിക്കാം, എങ്കിലും പറയുന്നത് നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയും, ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ പറയുന്നു. ഓക്കെ, പിന്നെ അപ്രോച്ച്, അവർ ഏത് രീതിയിലൂടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ഇപ്പൊ അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കും, നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ തന്നെ അതെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും, അതിന് ഏത് രീതിയിൽ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. പിന്നെ നോക്കുന്നത് അവരുടെ ടെക്നിക്കൽ നോളജ് ആണ് കേട്ടോ, അതുപോലെ പ്രാക്ടിക്കൽ നോളജ്. അപ്പൊ നോക്കിയാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പേഴ്സണാലിറ്റി, അപ്പിയറൻസ്, ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, ബിഹേവിയർ, കോൺഫിഡൻസ്, ഇതൊക്കെ പേഴ്സണൽ ട്രേറ്റുകളെയാണ് ശരിക്കും മെഷർ ചെയ്യുന്നത് അല്ലെ. പേഴ്സണൽ ആയിട്ട് ഉള്ള അവരുടെ ട്രേറ്റുകളെയാണ് മെഷർ ചെയ്യുന്നത്.
അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളത്, അതായത് ഈ കോൺഫിഡൻസ്, ടെക്നിക്കൽ നോളജ്, പ്രാക്ടിക്കൽ നോളജ് എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതലും അവരുടെ ആ ഒരു നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത് അല്ലെ. അവർക്ക് ആ സബ്ജക്റ്റിൽ എത്രത്തോളം അറിവുണ്ട്, ആ ഫീൽഡിനെ പറ്റി അവർക്ക് എത്രത്തോളം അറിവുണ്ട്, അവരുടെ പ്രാക്ടിക്കൽ നോളജ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിലൂടെ അറിയുന്നത്. ഇത്രയും പാരാമീറ്റർ, ഇതൊക്കെ ഓരോ പാരാമീറ്റേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഓൾറെഡി അറിയാം ഏജ്, ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പാരാമീറ്റേഴ്സ് ആണ്. അതിന് പുറമെ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇതിനകത്തെ ഓപ്ഷൻ എടുത്ത് തരും. താഴെ തന്നിരിക്കുന്നവര് ഉൾപ്പെടാത്ത പാരാമീറ്റർ, ഉൾപ്പെടുന്ന പാരാമീറ്റർ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ കോണ്ടാക്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ഈ പാരാമീറ്റേഴ്സിന്റെ ഭാഗമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം. HR manager can at his liberty and add more parameters for the assessment based on the category of the required. ഈ HR മാനേജർ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ HR മാനേജർക്ക് ഈ പറയുന്ന റിക്വയർമെന്റിനനുസരിച്ച്, ഏത് കാറ്റഗറിയിലേക്കുള്ള റിക്വയർമെന്റിനനുസരിച്ച് അവർക്ക് ഇനിയും അഡീഷണൽ പാരാമീറ്ററുകൾ വേണമെങ്കിൽ അവർക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു റൈറ്റ് ആർക്കുണ്ട്? HR മാനേജർക്ക്. HR മാനേജറിന് തീരുമാനിക്കാം. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് വേണം, ഇനി ഇതിൽ പറയാത്ത വല്ല പാരാമീറ്റേഴ്സുകൾ ആഡ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് അതൊക്കെ തീരുമാനിക്കാനുള്ള ഡിസിഷനും അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ. അത് ഓർത്ത് വെക്കാം. This enables the HRM or the interview panel to assess and procure the real candidate. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്തരം പാരാമീറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമുക്ക് റിയൽ ടാലന്റഡ് ആയിട്ടുള്ള, റൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഇന്റർവ്യൂ, ഒരു അപ്ലിക്കേഷൻ അയക്കലും, ഒരു ഇന്റർവ്യൂവിലേക്ക് എത്തുന്നതും, ഒരു ഇന്റർവ്യൂവിലൂടെ ഒരാളെ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഓക്കെ, ഇത്രയും താങ്കൾ ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ഒക്കെ എളുപ്പമല്ലേ? ഓക്കെ ആണല്ലോ? അടുത്തത് കേട്ടോ, HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ആണ് കേട്ടോ. നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ. ഓക്കെ, HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ എന്താണ്? HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് ചോദിച്ചാല് അതിന് കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ ആണ് ഫസ്റ്റ് സെന്റൻസിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാം, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ is a specimen of questions intended to be prepared for evaluating an aspirant during an interview. Underline ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, that is a specimen of questions intended to be prepared for evaluating an aspirant during an interview. ഒരു ഇന്റർവ്യൂ സമയത്ത് ഒരു കാൻഡിഡേറ്റിനെ വിലയിരുത്തുന്നതിനായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യങ്ങളെയാണ് എന്ത് പറയുന്നത്? ചോദ്യങ്ങളുടെ മാതൃക, മോഡൽ, സ്പെസിമെൻ. ഇനിയാണ് നമ്മൾ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നോക്കാം. HR മാനേജർ and the administrator may be experienced persons and the spontaneous questions are based on the line of discussion. അപ്പൊ നോക്കി, നമുക്കറിയാം നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ പരിചയപ്പെട്ടത് HR മാനേജർ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ആളാണ് അല്ലെ. പിന്നെ നമുക്കറിയാം ലോവർ കാറ്റഗറി സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ മറ്റേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വരെ ആ പാനലിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ HR മാനേജറും അഡ്മിനിസ്ട്രേറ്റർമാരും നമുക്ക് പറയുന്നത് അവർ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ആ ഡിസ്കഷന്റെ ഭാഗമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാം. നമ്മൾ സാധാരണ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളിപ്പോ അപ്ലിക്കേഷൻസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമല്ലോ. നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് പിടിച്ചിട്ടാണ് അവർ അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളോട് ചോദിക്കും. നമ്മൾ ഇന്നൊക്കെ പഠിച്ചൊക്കെ വെച്ച് പോകുന്നത് അപ്പൊ അതൊന്നും അറിയില്ല. അവര് ചോദിക്കുന്നതിന് നമ്മളൊരു ഉത്തരം പറയുന്നു. നമ്മൾ പറയുന്ന റെസ്പോൺസിന്റെ ആ മാർഗം പിടിച്ചിട്ടായിരിക്കും അവിടെ എന്ത് പറയുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ സ്പോണ്ടേനിയസ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. പൊതുവെ ഒരു ഇന്റർവ്യൂവിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കുമ്പോൾ അവർക്ക് ആ ഡിസ്കഷനെ ബേസ് ചെയ്തിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എന്ത് ചോദ്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. The management panel in the interview order may not be fully aware of the type of evaluation since they come from different backgrounds, maybe technical, business or any other irrelevant field. അപ്പൊ ഇവര് പറയുന്നത് HR മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് വ്യക്തികളായിരിക്കാം. പക്ഷെ നമ്മുടെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന മാനേജ്മെന്റിന്റെ പാനൽ ഉണ്ടല്ലോ, ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പാനൽ,
അവരെന്നൊക്കെ പറയുന്നത് ഒരു പക്ഷെ അത്ര ഇവാലുവേഷനെ സംബന്ധിച്ച് അവർ അത്ര വലിയ അവയർനെസ് ഉള്ള ആളുകളാവണമെന്ന് നിർബന്ധമില്ലാണ്. ഓക്കെ, അതായത് HR മാനേജറിന്റെ പോലെ അഡ്മിനിസ്ട്രേറ്ററിന്റെ പോലെ ഒരു പക്ഷെ അവര് അത്ര എക്സ്പീരിയൻസ്ഡ് ആവണമെന്നില്ല. കാര്യം ഒരു മാനേജ്മെന്റ് പാനലിനെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു ഇന്റർവ്യൂ ഇവാലുവേഷനെ പറ്റിയിട്ട് ചിലപ്പോൾ അവർക്ക് വലിയൊരു അവയർനെസ് അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാര്യം അവരെന്താണ്, അവർ ചിലപ്പോൾ പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും. ഇപ്പൊ ടെക്നിക്കൽ ഫീൽഡിൽ നിന്നോ ബിസിനസ്സോ മറ്റേതെങ്കിലും ഫീൽഡിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും. അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഇന്റർവ്യൂ പാനലിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മൾ കൂടുതലും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നാണ് അവരോട് പറഞ്ഞത്. In this context, the ready-made questionnaire will service the purpose of the management representative to show his active presence in the interview assessment by asking relevant and professional questions. അപ്പോ നമ്മൾ ഇവിടെ പറയുന്നത്രേ ഉള്ളൂ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മാനേജ്മെന്റ് പാനലിന്റെ ഇവാലുവേഷനെ പറ്റിയിട്ട് വലിയ ധാരണകളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ആണ്. കാര്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുന്നതിലൂടെ മാനേജ്മെന്റിന്റെ കുറേയും കൂടെ അവർക്ക് ആ ഒരു ഇന്റർവ്യൂ പാനലിൽ കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂ പാനലില് അവരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കാൻഡിഡേറ്റിനെ അറിയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ അവർക്ക് റിലവന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അവർക്ക് ചോദിക്കാനും പറ്റും. അല്ലെ, കാര്യം അങ്ങനെ അവർക്ക് സാധിക്കുള്ളൂ. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അവർക്ക് അവരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അവിടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്ന സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ അവിടെ ഉപയോഗിക്കുന്നത്. by asking relevant professional questions. This will also safeguard the professionalism of the management. അതിലൂടെ ആ മാനേജ്മെന്റിന് അവർക്ക് അവരുടെ ഒരു പ്രൊഫഷണാലിസം അവർക്ക് ഉറപ്പിക്കാനും പറ്റും, അല്ലെ, ഉറപ്പിക്കാനും അവർക്ക് സാധിക്കും. അപ്പൊ പൊതുവെ നമ്മളൊരു ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് പാനൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. എല്ലാവരും അതത് ഫീൽഡുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കും, അല്ലെ. സൈക്കോളജിക്കലായിട്ട് ആളുകളുണ്ടെങ്കിൽ അവർ അതിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി നമ്മുടെ സബ്ജക്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ അതിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെ. ഇനി വേറെ മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ എവിടെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയും അവർ ചോദിക്കും, അല്ലെ. എല്ലാവരും അവരുടെ ആ ഒരു ഫീൽഡിനെ പറ്റി അവർ ചോദിക്കാറുണ്ട്, അല്ലെ. ആ ഒരു രീതിയിൽ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുകയാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പൊ ഇനി നോക്കിയാൽ സ്പെസിഫിക് നോക്കിയാൽ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ കേട്ടോ. ഇനി നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് എളുപ്പമാണ്. കൈൻഡ്ലി ഡിസ്ക്രൈബ് യുവർസെൽഫ്. നമ്മൾ ആദ്യം തന്നെ ചിലര് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും, അല്ലെ. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. നിങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയാറ് പൊതുവേ കാണുന്നതാണ്, അല്ലെ. അപ്പൊ കൈൻഡ്ലി ഡിസ്ക്രൈബ് യുവർസെൽഫ്, നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാം. പിന്നെ വാട്ട് ഈസ് ദ ടോട്ടൽ എക്സ്പീരിയൻസ് യു ആർ ഹാവിംഗ്, ഇതൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മൊത്തം എത്ര എക്സ്പീരിയൻസ്, എന്തോരം എക്സ്പീരിയൻസ് ഉണ്ട്. വൈ ആർ യു പ്ലാനിങ് ടു ലീവ് ദ പ്രസന്റ് കമ്പനി, റീസൺസ്, എന്തുകൊണ്ടാണ് നിലവിലിരിക്കുന്ന. ഓൾറെഡി ജോലി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് അവർക്ക് കിട്ടും. ഓൾറെഡി ഒരു ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ ആപ്ലിക്കേഷൻ ഫോം. അതിൽ നിന്ന് കുറെ ഡീറ്റെയിൽസ് വരുന്ന കാൻഡിഡേറ്റിനെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ പാനൽ ബോർഡ് മെമ്പേഴ്സിന് കിട്ടും. അതിന് ബേസിസ് ചെയ്തിട്ടാണ് അവർ ചോദിക്കുന്നത്. വൈ ആർ യു പ്ലാനിങ് ടു ലീവ് ദ പ്രസന്റ് കമ്പനി വിടാൻ കാരണം എന്താണ്, അതിന്റെ റീസൺ ചോദിക്കാം. വൈ ഷുഡ് ദ കമ്പനി ഹയർ യു, എന്തുകൊണ്ടാണ് ഈ കമ്പനി നിങ്ങളെ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ ആർ യു കോൺഫിഡന്റ് ഇൻ അണ്ടർടേക്കിംഗ് സോൾ റെസ്പോൺസിബിലിറ്റി, മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഒറ്റയ്ക്ക് നിങ്ങൾ എടുക്കാൻ കോൺഫിഡന്റ് ആണോ. ഹൗ ലോങ് വിൽ യു സ്റ്റേ ഇൻ അവർ കമ്പനി, എത്ര നാളും നിങ്ങൾ ഈ ഒരു കമ്പനിക്ക് സ്റ്റേ ചെയ്യും. വാട്ട് ഈസ് യുവർ പ്രസന്റ് സാലറി, നിലവിൽ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് സാലറി എത്രയാണ്. വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് സാലറി, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണ്. വാട്ട് ഈസ് യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലിയെ പറ്റി ചോദിക്കാനുണ്ട്, അല്ലെ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ആർ യു റെഡി ടു സർവ് എനിവേർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെ. അതുപോലെ അറ്റ് ഷോർട്ട് നോട്ടീസ് വിൽ യു ബി ഏബിൾ ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ചുരുക്ക സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുമോ, നിങ്ങൾ വില്ലിംഗ് ആണോ. ചിലപ്പോൾ ട്രാൻസ്ഫർ ഒക്കെ വരുന്ന ജോലികളാണെങ്കിൽ അവരോട് അങ്ങനെ ചോദിക്കാം, അല്ലെ. അവരതിലൊക്കെ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആർ യു ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ, അതൊക്കെ നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്, അല്ലെ. ആർ യു എ ടീം പ്ലെയർ, നിങ്ങളൊരു ടീം പ്ലെയർ ആണോ, അതായത് ഗ്രൂപ്പ് വർക്ക് ഒക്കെ ചെയ്യുന്നതിൽ എഫിഷ്യന്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്.
അതുപോലെ വാട്ട് ആർ യുവർ പോസിറ്റീവ് തിങ്സ് യു ഫൈൻഡ് ഇൻ യുവർ സെൽഫ്, നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് അല്ലെ, നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒക്കെ ചോദിക്കില്ല, അതുപോലെയുള്ള സംഭവമാണ്. നിങ്ങളുടെ പോസിറ്റീവ് തിങ്സ് എന്താണ്, വാട്ട് ആർ ദ നെഗറ്റീവ് തിങ്സ് യു ഫൈൻഡ് ഇൻ യുവർ സെൽഫ്, നിങ്ങളുടെ നെഗറ്റീവ് തിങ്സ് എന്താണ്. ഹോബീസ് ചോദിക്കാം അല്ലെ, യുവർ ഹോബീസ്. ഡു യു സ്ട്രെസ് ഡ്യൂറിംഗ് യുവർ വർക്ക് സമയത്ത് നിങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാവോ. ഡു യു ഹാവ് എനി വീക്ക് പോയിന്റ്സ്, നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ്. അതായത് നിങ്ങളുടെ നെഗറ്റീവ്സ് ഒക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ വാട്ട് ഈസ് യുവർ ലെറ്റർ, അപ്പൊ നമ്മൾ അതൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ സത്യസന്ധമായിട്ട് ഫുൾ നെഗറ്റീവ് പറയരുത്. നമ്മൾക്ക് ഓർഗനൈസേഷന് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള നെഗറ്റീവുകൾ വേണം നമ്മൾ പറയാനായിട്ട് കേട്ടോ. അതുപോലെ വാട്ട് ഈസ് യുവർ ലെറ്റർ ഡ്രാഫ്റ്റിംഗ് കപ്പാസിറ്റി, അതൊക്കെ ടെക്നിക്കൽ കഴിവാണ് ചോദിക്കുന്നത്. ലെറ്റർ ഡ്രാഫ്റ്റിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്. ആർ യു കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആണോ, കമ്പ്യൂട്ടർ അറിവുണ്ടോ. എനി സ്പെഷ്യൽ ഇൻസിഡന്റ് ദാറ്റ് യു കനോട്ട് ഫോർഗെറ്റ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് ഉണ്ടോ. എനി സ്പെഷ്യൽ ഇൻസിഡന്റ് ദാറ്റ് യു കനോട്ട് ഫോർഗെറ്റ് ഇൻ യുവർ കരിയർ, നിങ്ങളുടെ കരിയറിൽ മറക്കാൻ പറ്റാത്ത ഇൻസിഡൻസ് ഉണ്ടോ. എനി സ്പെഷ്യൽ ഇൻസിഡൻസ് ദാറ്റ് മേഡ് യു ഫീൽ അറ്റ് ഹാർട്ട്, നിങ്ങള് ഭയങ്കര സ്പർശിയായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഡിഡ് യു റിസീവ് എനി അപ്രീസിയേഷൻ ഫ്രം യുവർ റിപ്പോർട്ടിംഗ് ഓഫീസർ, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നിന്ന് റിപ്പോർട്ടിംഗ് ഓഫീസറിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രീസിയേഷൻസ് അഭിനന്ദനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ. ഡു യു ബിലീവ് ഇൻ എ ജോബ് ഓർ എ ബ്രൈറ്റ് കരിയർ, അതായത് നല്ല ഈ ജോബിൽ ഒരു ഉന്നതമായിട്ടുള്ള ഒരു കരിയറിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ. ഹൗ ലോങ് യു റിക്വയർ ടു ജോയിൻ അവർ ഓർഗനൈസേഷൻ, നിങ്ങൾക്ക് ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാവാനായിട്ട് എപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാവാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യനുകളൊക്കെയാണ്. ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഒരു ക്വസ്റ്റ്യനെ തന്നിട്ട് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, എളുപ്പമല്ലേ ഇതൊക്കെ? ഓക്കെ അല്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും നമ്മള് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വാക്കുകളാണ്. ഓക്കെ, എന്നാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.